നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ എലഫന്റ് എസ്റ്റിമേഷന് തുടക്കമായി. എസ്റ്റിമേഷൻ നടപടികളിലൂടെ വനം വകുപ്പ് നടത്തുന്നത് ആനകളുടെ ഏകദേശ കണക്കെടുപ്പ്. കേരളത്തിന് പുറമെ ആനകളുടെ കണക്കെടുപ്പ് നടത്തുന്നത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ. വൃഷ്ടിപ്രദേശത്ത് നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ മലങ്കര ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി മലങ്കര ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത് ഡാമിലെ 2, 4, 5, 6 നമ്പർ ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതം ഉയർത്തി. അടിമാലി കുമളി ദേശീയപാതയിൽ അപകടക്കെണി ഒരുക്കി ഭീമൻ മരങ്ങൾ. കട്ടപ്പന വള്ളക്കടവ് മുതൽ ആനവിലാസം വരെയുള്ള പാതയിൽ മുൻ വർഷങ്ങളിൽ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് മുകളിലേക്കടക്കം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടും റോഡരികിലെ തോട്ടങ്ങളിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റുവാൻ വനം വകുപ്പോ തോട്ടമുടമകളോ തയ്യാറായിട്ടില്ലെന്ന് പരാതി. മൂന്നാറിൽ റേഷൻ മണ്ണെണ്ണ ടാങ്കറിൽ വെള്ളം കലർത്തിയ സംഭവത്തിൽ ഡിപ്പോയുടെ ചുമതലക്കാരനായിരുന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. നടപടി സ്വീകരിച്ചത് സപ്ലൈകോ അഡീഷണൽ ജനറൽ മാനേജർ. നടപടി സപ്ലൈകോ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയെ തുടർന്ന്. വിശദമായ വാർത്തകൾ. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ എലഫന്റ് എസ്റ്റിമേഷന് തുടക്കമായി. ആനകളുടെ ഏകദേശം കണക്കെടുപ്പാണ് എസ്റ്റിമേഷൻ നടപടികളിലൂടെ വനം വകുപ്പ് നടത്തുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ആനകളുടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. ജൂലൈ അവസാനം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. വനമേഖലകളെ വിവിധ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ് നടത്തുന്നത്. കേരളത്തിലാകെ 610 ബ്ലോക്കുകളാണ് ഉള്ളത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള പെരിയാർ ലാൻഡ്സ്കേപ്പിൽ 280 ബ്ലോക്കുകളുണ്ട്. പ്രത്യേക പരിശീലനം നേടിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് കാട്ടിനുള്ളിൽ പരിശോധന നടത്തുന്നത്. ആദ്യ ദിവസം വനത്തിനുള്ളിൽ സഞ്ചരിച്ച് നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം രേഖപ്പെടുത്തും. അടുത്ത ദിവസം 1.5 കിലോമീറ്ററിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസിറ്റുകൾ വഴിയുമാണ് കണക്കെടുപ്പ് നടത്തുന്നത്. അവസാന ദിവസം ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും കണക്കെടുപ്പ് നടത്തുമെന്ന് തേക്കടി റേഞ്ച് ഓഫീസർ സിബി പറഞ്ഞു. ആദ്യത്തെ ദിവസം നമ്മൾ ഈ ബ്ലോക്കുകളിൽ നടന്ന് നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം എടുക്കുന്നു. അതിൽ ആന എത്രയാണ്, പെണ്ണ് എത്രയാണ്, കുട്ടികൾ എത്രയാണ്, അങ്ങനെയുള്ള കണക്കാണ് ആദ്യം എടുക്കുന്നത്. സെക്കൻഡ് ഡേയിൽ നമ്മൾ ട്രാൻസിറ്റ് വാക്ക് നടത്തുന്നു. 1.5 കിലോമീറ്റർ ട്രാൻസിറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിനെ കാണപ്പെടുന്ന എലഫന്റ് ഡങ്ക് അത് എത്ര എണ്ണമുണ്ട്, അതിൻ്റെ പഴക്കം എത്രയുണ്ട്, ഈ ട്രാൻസിറ്റിന് എത്ര ദൂരത്തിലാണ് കാണുന്നത്, അതിൻ്റെ ആംഗിൾസ് എത്ര ആംഗിൾ മാറിയിട്ടാണ് കിടക്കുന്നത്, അങ്ങനെയുള്ള ഡാറ്റാസ് നമ്മൾ എടുക്കും. മൂന്നാമത്തെ ദിവസം നമ്മൾ വാട്ടർഫോൾ ബേസ് ചെയ്തിട്ടുള്ള കണക്കെടുപ്പാണ് നടത്തുന്നത്. വാട്ടർഫോളിൽ വരുന്ന ആനകളുടെ എണ്ണമാണ് എടുക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കി അതിൻ്റെ ഡാറ്റാസ് നമ്മൾ അനലൈസ് ചെയ്ത് ഒരു ജൂലൈ അവസാനത്തോടുകൂടി അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മുൻ വർഷങ്ങളിലും കേരളത്തിൽ ആനകളുടെ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് വിവിധ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് എസ്റ്റിമേഷൻ പരിപാടി നടത്തുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ആനകളുടെ കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. ജൂലൈ മാസം അവസാനം കണക്കെടുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. വൃഷ്ടിപ്രദേശത്ത് നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ മലങ്കര ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി മലങ്കര ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. 2, 4, 5, 6 നമ്പർ ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതമാണ് തുറന്നുവിട്ടിരിക്കുന്നത്. അണക്കെട്ടിലെ 2, 4, 5, 6 നമ്പർ ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതമാണ് തുറന്നുവിട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. നിലവിൽ 40.50 മീറ്റർ വെള്ളമാണ് ഡാമിലുള്ളത്. പരമാവധി ജലനിരപ്പായ 41.50 മീറ്റർ വരെ എത്തുന്ന സാഹചര്യമുണ്ടായാൽ 6 ഷട്ടറുകളും 1 മീറ്റർ വരെ ഉയർത്തുന്നതിന് ജില്ലാ കളക്ടറുടെ അനുമതിയുണ്ട്. ഉയർന്ന അളവിൽ വെള്ളം തുറന്നുവിടാൻ സാധ്യതയുള്ളതിനാൽ ആറുകളുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് MVIP അധികൃതർ അറിയിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ അപകടക്കെണി ഒരുക്കി ഭീമൻ മരങ്ങൾ. കട്ടപ്പന വള്ളക്കടവ് മുതൽ ആനവിലാസം വരെയുള്ള പാതയിൽ മുൻ വർഷങ്ങളിൽ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് മുകളിലേക്കടക്കം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടും റോഡരികിലെ തോട്ടങ്ങളിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റുവാൻ വനം വകുപ്പോ തോട്ടമുടമകളോ തയ്യാറായിട്ടില്ല. ഇതോടെ ജീവൻ പണയം വെച്ച് വേണം ഈ മഴക്കാലത്ത് ഇതുവഴി യാത്ര ചെയ്യാൻ. കട്ടപ്പന വള്ളക്കടവ് മുതൽ ആനവിലാസം വരെ അടിമാലി കുമളി ദേശീയപാതയുടെ ഇരുവശത്തും ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളാണുള്ളത്. തോട്ടങ്ങളിൽ റോഡരികിൽ അപകട ഭീഷണിയായി നിരവധി വൻ വൃക്ഷങ്ങളുമുണ്ട്. ഇവയിൽ പലതുമാണ് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കടപുഴകി റോഡിലേക്ക് വീഴുന്നത്. കഴിഞ്ഞ വർഷം കാലവർഷത്തിൽ ആനവിലാസത്തിന് സമീപത്ത് വാഹനത്തിന് മുകളിലേക്ക് വൻമരം ഒടിഞ്ഞു വീണിരുന്നു. ഇതിനുശേഷവും ഒന്നിലധികം തവണ ഏലത്തോട്ടങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു.
കാലവർഷത്തിന് മുൻപായി ഇത്തരത്തിൽ ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന കളക്ടറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ലെന്നതാണ് വസ്തുത. കട്ടപ്പന ആനവിലാസ് റൂട്ടിൽ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റൂട്ട് മൊത്തത്തിൽ അപകടാവസ്ഥയിൽ ഒത്തിരി മരങ്ങളുണ്ട്. ഇടയ്ക്കിടെ മരം ഒഴിഞ്ഞു വീണ് ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ഒരു ജീവന് പേടിയുള്ള കൂടിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ മരം വെട്ടിമാറ്റി എല്ലാവരെയും ജീവൻ സംരക്ഷണം തരണമെന്ന് പറഞ്ഞ് ഞങ്ങളിവരെ അഭ്യർത്ഥിക്കുന്നു. മഴയും കാറ്റും ശക്തമായാൽ ഇനിയും മരങ്ങൾ ഒടിഞ്ഞു വീഴുവാൻ സാധ്യത ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടൂറിസം മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയായതിനാൽ വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട്. പാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പുറമെ പ്രദേശവാസികൾക്കും വലിയ ഭീഷണിയാണ് ഈ വൻമരങ്ങൾ. ജില്ലാ ഭരണകൂടവും വനംവകുപ്പും ഇടപെട്ട തോട്ടം ഉടമകളെ കൊണ്ട് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നതാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. മൂന്നാറിൽ റേഷൻ മണ്ണെണ്ണ ടാങ്കറിൽ വെള്ളം കലർത്തിയ സംഭവത്തിൽ ഡിപ്പോയുടെ ചുമതലക്കാരനായിരുന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. സപ്ലൈകോ അഡീഷണൽ ജനറൽ മാനേജറാണ് നടപടി സ്വീകരിച്ചത്. സപ്ലൈകോ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ മണ്ണെണ്ണ ഡിപ്പോയുടെ ടാങ്കറിൽ നിന്നുമാണ് മണ്ണെണ്ണ നഷ്ടപ്പെട്ടത്. അളവിലെ വ്യത്യാസം ഒഴിവാക്കാൻ മണ്ണെണ്ണയിൽ വെള്ളം കലർത്തുകയായിരുന്നു. ഡിപ്പോയിൽ നിന്നും റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത മണ്ണെണ്ണയിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തിയതോടെയാണ് തട്ടിപ്പ് പുറത്തുവന്നത്. റേഷൻ കടക്കാർ പരാതി നൽകിയതിനെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് ടാങ്കറിൽ വെള്ളം കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് ഡിപ്പോയുടെ ചുമതലക്കാരനായിരുന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തത്. സപ്ലൈകോ അഡീഷണൽ ജനറൽ മാനേജറാണ് നടപടി സ്വീകരിച്ചത്. സപ്ലൈകോ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി. സംഭവം വിവാദമായതോടെ സപ്ലൈകോ കോട്ടയം മേഖല വിജിലൻസ് സ്ക്വാഡ് ഫ്ലൈയിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഡിപ്പോയിലെത്തി പരിശോധന നടത്തുകയും ജീവനക്കാർ, റേഷൻ കട ഉടമകൾ എന്നിവരിൽ നിന്നും സംഘം തെളിവെടുക്കുകയും ചെയ്തിരുന്നു. ഇനി HCN വാർത്താ പരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന. കട്ടപ്പനയെ വലയ്ക്കുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബൈപ്പാസ് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ആളുകളെ അതുവഴി കടത്തിവിടുകയും നഗരസഭയുടെ നേതൃത്വത്തിൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയും പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നടപടിയുണ്ടാകണം. നിലവിൽ കാൽനട യാത്രക്കാർ വരെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും CPM സൗത്ത് ലോക്കൽ സെക്രട്ടറി ലിജോബി ബേബി പറഞ്ഞു. കട്ടപ്പനയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിരവധിയായ ബൈറോഡുകളാണ് നഗരത്തിന് ചുറ്റുമുള്ളത്. എന്നാൽ ഈ പാതകൾ വാഹനയാത്രക്കാർ ഉപയോഗിക്കുന്നില്ല. നിലവിൽ ചെറുതോണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ KSRTC ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് വെട്ടിക്കുഴക്കവല വഴി പേഴുങ്കവലയിലെത്തി അവിടെ നിന്നും SN ജംഗ്ഷനിലേക്ക് തിരിഞ്ഞ് എടശ്ശേരി ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചാൽ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാണ് ഉണ്ടാകുക. ഒപ്പം പുളിയന്മല ഭാഗത്തു നിന്നും ടൗണിന്റെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ചെറുതോണി എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്ന് SN ജംഗ്ഷൻ വഴി KSRTC ഡിപ്പോയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം. ഇത്തരത്തിൽ കട്ടപ്പനയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ വിവിധ മാർഗങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം അവഗണിക്കപ്പെടുകയാണ്. ഇതോടെ കട്ടപ്പന നഗരത്തിൽ പലപ്പോഴും വലിയ ഗതാഗതക്കുരുക്ക് ഉടലെടുക്കുകയും കാൽനട യാത്രക്കാരെ പോലും വലയ്ക്കുന്ന സ്ഥിതി ഉണ്ടാവുകയുമാണെന്ന് CPM സൗത്ത് ലോക്കൽ സെക്രട്ടറി ലിജോബി ബേബി പറഞ്ഞു. കട്ടപ്പന ടൗണിലെ ഗതാഗതക്കുരുക്ക് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പന ടൗണിൽ ഇപ്പോൾ മഴക്കാലം കൂടെ വരാൻ പോവുകയാണ്. കൂടാതെ ഇരുചക്ര വാഹനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ആളുകൾ കൂടുതലും 4 വീലറെ ഉപയോഗിച്ചുകൊണ്ട് കട്ടപ്പനയിൽ യാത്രാ സൗകര്യം വരുമ്പോൾ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് കട്ടപ്പനയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ് ഈ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ അത് പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി മുനിസിപ്പാലിറ്റിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇടപെട്ട് കട്ടപ്പന ടൗണിലെ ഗതാഗതക്കുരുക്ക് മാറ്റുന്നതിനാവശ്യമായ സമീപനം ഉടനെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മുമ്പ് മുനിസിപ്പാലിറ്റിയുടെ ഒരു മാസ്റ്റർ പ്ലാനും ടൗൺഷിപ്പിനെ കുറിച്ചുള്ള ഒരു മാസ്റ്റർ പ്ലാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും അടക്കം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതും നടപ്പാക്കാൻ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് കഴിയാത്തതും ഈ ദുരിതത്തിന് കാഴ്ചയാവുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് പരമാവധി കട്ടപ്പന ടൗണിലുള്ള ബൈപ്പാസുകളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് നോക്കണം. അത് ബൈപ്പാസുകൾ ലൈവായി കഴിഞ്ഞാൽ തന്നെ മാത്രം നമുക്ക് കുറേയൊക്കെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കൂടാതെ മുനിസിപ്പാലിറ്റി ഈ കാര്യത്തിൽ പ്രത്യേകമായ നടപടി സ്വീകരിച്ച് ഓരോ സ്ഥലത്തെയും ആളുകളെ ട്രാഫിക് എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ട്രാഫിക് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നിയോഗിച്ച്
ഈ ട്രാഫിക് വന്നിട്ടുള്ള ദുരിതം അകറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് സ്കൂൾ തുറക്കുന്ന സമയമാണ്, കുട്ടികൾ ഉൾപ്പെടെ സ്കൂളുകളിലേക്ക് പോകുന്ന സമയമാണ്. കാൽനട യാത്രക്കാർക്ക് യാതൊരു സുരക്ഷയും ഈ സ്ഥിതിയിൽ നമുക്കുണ്ടാവുന്നില്ല. അതുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം ഇവിടെ നമുക്ക് ഒരുക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ട്രാഫിക് പരിഷ്കരണം ആവശ്യമാണ്. അതുകൂടാതെ ഈ ബൈപ്പാസുകൾ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ തുടർന്ന് കട്ടപ്പന ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഒന്നുകൂടി തയ്യാറാക്കി, പ്രത്യേകിച്ച് സർവകക്ഷി യോഗം തന്നെ വിളിക്കുന്നതിന്, അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് കട്ടപ്പന ടൗണിൽ വലിയൊരു വികസനത്തിൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ട് അത് നടപ്പാക്കിയാണ് ഇതിനുവേണ്ടി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണേണ്ടതായിട്ടുള്ളത്. പലപ്പോഴും ഗതാഗതക്കുരുക്കിനെതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നതാണ് വസ്തുത. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അടക്കമുണ്ടെങ്കിലും അവയെല്ലാം പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുന്നു. കട്ടപ്പനയുടെ വികസനത്തെ തന്നെ പിന്നോട്ടടിക്കുകയാണിത്. വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് പൊതുജനങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള നടപടി നഗരസഭയുടെയും വിവിധ സംഘടനകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ബൈപ്പാസ് റോഡുകൾ തിരിയുന്ന ഭാഗങ്ങളിൽ ദിശാ ബോർഡുകൾ സ്ഥാപിക്കണം. ഒപ്പം നഗരത്തിൽ പാർക്കിംഗ് സംവിധാനത്തിന്റെ അപര്യാപ്തത നഗരസഭ നേതൃത്വം നൽകി പരിഹരിക്കേണ്ടതുണ്ട്. അതിനായി കൃത്യമായ പഠനം നടത്തി അത്യാധുനിക സംവിധാനത്തോടെയുള്ള പാർക്കിംഗ് സംവിധാനം ഒരുക്കണം. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈറോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൗൺ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നത് വഴി കട്ടപ്പനയെ ഞെരിക്കുന്ന ഗതാഗതക്കുരുക്കിന് ശമനമാകും. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. മൂന്നാർ പെരിയവരൈ ലോവർ ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ 2 പശുക്കൾ ചത്തു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. വലിയ ജനരോഷം പ്രദേശത്ത് രൂപം കൊണ്ടു കഴിഞ്ഞു. മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി പുലി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ അവസാനിക്കുന്നില്ല. പെരിയവരൈ ലോവർ ഡിവിഷനിലാണ് ഒടുവിൽ ആക്രമണമുണ്ടായിട്ടുള്ളത്. പ്രദേശവാസിയായ മേശമ്മാളിന്റെ 2 പശുക്കൾ പുലിയുടെ ആക്രമണത്തിൽ ചത്തു. കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്ന പശുക്കൾ തിരിച്ചു വന്നിരുന്നില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പശുക്കളുടെ ജഡം കണ്ടെത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 2 மாடையும் ஒரே வீட்டில் உள்ள நேசமான்னு சொல்கிற அவங்களுடைய வீட்டில் உள்ள மாடு 2 மாடையும் நல்ல பால் கறக்கக்கூடிய மாடு. அதை வச்சு தான் அவங்க பிள்ளைகளுக்கு படிப்புக்கும் காரியங்கள்லாம் செஞ்சுட்டு இருக்காங்க. அந்த மாடை இங்கே மேய விட்ட மாடை புலி அடித்து 2-3 புலி சேர்ந்தாக்கும் அந்த மாடுகள் 2 இழுத்து மேய வந்த மாடை இழுத்து கடித்து கொண்டிருக்கு. அவங்க வீட்டில் இன்றைக்கி அதை வச்சு தான் உபஜீவன மார்க்கம் அது கூட இல்லாத சூழ்நிலை இருக்குது. அதனால் உத்தரவாதப்பட்ட ஃபாரஸ்ட் உத்தியோகஸ்தர்கள் உடனடியாக இந்த 2 மாடு இருக்கும் അവങ്ങൾക്ക് വേണ്ടിയ ഉദവിത്തൊകയെ ഉടനടിയായി കൊടുക്കണം. 3 പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുള്ളതായി ആളുകൾ പറയുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മാത്രം 100-ലധികം പശുക്കളെ പുലി ഇവിടെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അധിക വരുമാനത്തിനായി പശുക്കളെ വളർത്തുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് വലിയ നഷ്ടമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്ന ആവശ്യം ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു. സംഭവത്തിൽ വലിയ ജനരോഷം പ്രദേശത്ത് രൂപം കൊണ്ടുകഴിഞ്ഞു. അധ്യാപകനും പൊതുപ്രവർത്തകനുമായ വൈസി സ്റ്റീഫന്റെ അനുഭവങ്ങളുടെ മുറിപ്പാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെയ് 26-ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പൊതുപ്രവർത്തകനും വാഗ്മിയുമായ സേനാപതി വേണു വൈസി സ്റ്റീഫന്റെ വിവിധ കാലഘട്ടങ്ങളിലെ ശിഷ്യന്മാർക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിക്കും. കുട്ടിക്കാലവും അധ്യാപന ജീവിതവും ഇടുക്കിയിലെ വിദ്യാഭ്യാസ മേഖലയുമാണ് പുസ്തകത്തിൽ കൂടുതലായും പ്രതിപാദിക്കുന്നത്. ഇടുക്കിയിലെ ആദ്യകാല അധ്യാപകരിൽ ഒരാളായ വൈസി സ്റ്റീഫൻ അനുഭവിച്ചതും അറിഞ്ഞതുമായ സംഭവങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മുറിപ്പാടുകൾ എന്ന എൻ്റെ ഓർമ്മക്കുറിപ്പ് ഈ 26-ാം തീയതി ഞായറാഴ്ച 2 മണിക്ക് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്യുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് ശ്രീ സേനാപതി വേണുവാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. കവയിത്രി സിന്ധു സൂര്യ പുസ്തകത്തെ കുറിച്ച് അനുവാചകരോട് പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് 78 മുതൽ 2005 വരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളിൽ ചിലരെ തിരഞ്ഞെടുത്ത് അവരാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നതും മറ്റ് കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതും പരിപാടികൾ നിശ്ചയിച്ചനുസരിച്ച് വൈശാലിയോടൊപ്പം നിന്ന് ചെയ്യുന്നു. കൈപ്പട എന്ന പ്രസിദ്ധീകരണശാലയാണ് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇതെൻ്റെ 3ാമത്തെ പുസ്തകമാണ്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണവും ഉണ്ടായിട്ടുണ്ട്.
കവയിത്രി സിന്ധു സൂര്യ പുസ്തക പരിചയം നടത്തും. സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് അധ്യക്ഷത വഹിക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കൈപ്പട പബ്ലിഷിംഗ് ഗ്രൂപ്പാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. പുതുതലമുറയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി സംഭവ വികാസങ്ങൾ വളരെ മനോഹരമായി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇടുക്കി ജില്ലയുടെ പതിറ്റാണ്ടുകൾ മുമ്പുള്ള മനുഷ്യരെക്കുറിച്ചും അദ്ദേഹം ജോലി നോക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും വിശദമായി പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളും സഹ അധ്യാപകരും സുഹൃത്തുക്കളും സ്ഥാപനങ്ങളുമടക്കം നിരവധി കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഇടുക്കി ജില്ലയുമായി ചേർന്ന് ഇടപഴകി പോരുന്ന ഒരു പുസ്തകമായിരിക്കും ഈ പുറത്തിറങ്ങാൻ പോകുന്ന അനുഭവങ്ങളുടെ മുറിപ്പാടുകൾ എന്ന ഈ പുസ്തകം. അതില് നിറയെ അധ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപകൻ വേറൊരു ജില്ലയിലേക്ക് അധ്യാപന ജോലിയിൽ പ്രവേശിച്ചു വരികയും അത് സ്വന്തം ജില്ല പോലെയായി. അതായത് അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് താമസം വരുന്നത് അധ്യാപന ജോലിയുമായിട്ടാണ്. ആ സമയത്ത് ഇടുക്കിയിൽ വന്നു ഇടുക്കിയുമായി ഇഴുകിച്ചേർന്ന് ഒരു ഇടുക്കിക്കാരനായി മാറിയ കഥയാണ് ആ ബുക്കിലൂടെ പുറത്തു വരുന്നത്. അപ്പൊ നമ്മൾ പലരും കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ പല സംഭവ വികാസങ്ങളും ആ ബുക്കിലൂടെ പുറത്തു വരുന്നു. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആ ശോചനീയാവസ്ഥയിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച പല പല അധ്യാപകരുടെ കഥകൾ അതിലൂടെ പുറത്തു വരുന്നു. അതുപോലെ അധ്യാപന ജീവിതത്തിൽ അദ്ദേഹത്തെ സഹായിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും അല്ലെങ്കിൽ കൂടെ നടക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടും വളരെ വ്യക്തവും സുവ്യക്തവുമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. എഴുത്തുകാരൻ വൈസി സ്റ്റീഫൻ, കൈപ്പട പ്രതിനിധി ബിബിൻ വൈശാലി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ SIയെ മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് CPM ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. കേസിൽ 8ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്നവരും അവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന കോൺഗ്രസിന്റെ നേതാവും പ്രവർത്തകരും ഇപ്പോൾ ഒളിവിലാണ്. ഏതാണ്ട് 8ഓളം വരുന്ന ആൾക്കാരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെ കഴിയുന്നത്രയും പെട്ടെന്ന് ഇവരുടെ പേരിൽ പോലീസ് നടപടി സ്വീകരിച്ച് ഒളിവിൽ പോയവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. എറ്റാർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാജ മദ്യവിൽപ്പന, വ്യാജ ബാറ്റ് കേന്ദ്രങ്ങൾ, അതേപോലെ മറ്റ് ലഹരി സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നവരെ എല്ലാം കോൺഗ്രസിലെ ഒരു വിഭാഗം എർറ്റാറ്റിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പോലീസ് അങ്ങോട്ട് ആക്രമിച്ചു എന്ന രീതിയിൽ ഇവർ കള്ളപ്രചരണം നടത്തുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർ ബസേലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. 29-ന് മൂന്നാറിലും പരിശോധന നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ല. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെയും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർ ബസേലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിനൊപ്പം വാഹനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനക്ഷമതയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനത്തിന്റെ യന്ത്രഭാഗങ്ങളുടെ യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഡോക്യുമെൻ്റ് സൈഡ്, അതുപോലെ ഡ്രൈവേഴ്സിനുള്ള പരിശീലനം എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്നത്തെ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, ടയർ മുതൽ വാഹനത്തിൻ്റെ ബമ്പർ ടു ബമ്പർ എന്തൊക്കെ തകരാറുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്, അതെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായിട്ട് അതിലെ സ്പീഡ് ഗവർണർ, അതുപോലെ ട്രാക്കിംഗ് ഡിവൈസ്, ഡോറുകൾ, സീറ്റ്, പ്ലാറ്റ്ഫോം, അതിലെ റാക്കുകൾ എല്ലാം, അതിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തനക്ഷമമാണോ, അതിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ, ഈ ഓടിക്കുന്ന മെക്കാനിക്കലായിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഉണ്ട്. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും പൊതുജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപം വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റികളെ അറിയിക്കുന്നതിനുള്ള ഫോൺ നമ്പറുകൾ അതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിക്കപ്പെടുകയുണ്ട്.
29-ന് മൂന്നാർ, മറയൂർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധന മൂന്നാറിൽ വെച്ച് നടത്തും. ദേവികുളം താലൂക്ക് പരിധിയിൽ മാത്രം 100-നടുത്ത് വാഹനങ്ങൾ പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന കണക്ക്. സർക്കാർ മാനദണ്ഡപ്രകാരമുള്ളവരാണ് വാഹനം ഓടിക്കുന്നവരെന്ന പരിശോധനയും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. ജില്ലയിലെ മറ്റു മേഖലകളിലും സമാന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തി. വ്യാപാരി വ്യവസായി സമിതിയുടെ ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 13 നടക്കുന്ന കൺവെൻഷന് മുന്നോടിയായി സംഘാടക സമിതിയും രൂപീകരിച്ചു. ചെറുകിട വ്യാപാരികളുടെ വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അധികൃതരെ അറിയിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന കേരള വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തക കൺവെൻഷനാണ് കട്ടപ്പനയിൽ സംഘടിപ്പിക്കുന്നത്. സമിതിയുടെ പ്രവർത്തനം ജില്ലയിൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺവെൻഷൻ നടത്തുക. ജൂൺ 13 നടക്കുന്ന കൺവെൻഷനിൽ യൂണിറ്റ്, ഏരിയ, ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കും. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷന് മുന്നോടിയായിട്ടാണ് സംഘാടക സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി യൂണിറ്റ് ഭാരവാഹികൾ, ഏരിയ ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തക കൺവെൻഷൻ നടത്തുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാനായി വ്യാപാരി വ്യവസായി സമിതിയുടെ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ മജീഷ് ജാക്കബിനെയും, കൺവീനർമാരായി ജില്ലാ സെക്രട്ടറി ശ്രീ സാജൻ കുന്നേൽ, ജില്ലാ പ്രസിഡന്റ് ശ്രീ റോജി പോൾ, വൈസ് ചെയർമാൻമാരായി വൈസ് ചെയർമാൻ ശ്രീ ലൂയിസ് വേഴാമ്പത്തോട്ടം, ശ്രീ കുഞ്ഞുമോൻ ചരങ്ങാട്ട്, ട്രഷററായി ശ്രീ നൌഷാദ് ആലുമൂട്ടിൽ, ജോയിന്റ് കൺവീനറായി ശ്രീ അനൂപ് മറയൂർ, ശ്രീ അൻസാരി VA, ശ്രീ സിജു തനിവ, ശ്രീ സിനോജ് വിവാസ് തുടങ്ങിയ 51 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ കാര്യക്ഷമമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജൂൺ 13 കട്ടപ്പനയിൽ ഈ പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം ആദരണീയനായ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ES ബിജു നിർവഹിക്കും. ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഭാരവാഹികൾ, ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ആ കൺവെൻഷനിൽ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാനായി മജീഷ് ജേക്കബിനെയും കൺവീനർമാരായി സാജൻ കുന്നേൽ, റോജി പോൾ എന്നിവരെയും തെരഞ്ഞെടുത്തു. വൈസ് ചെയർമാനായി ലൂയിസ് വേഴമ്പത്തോട്ടത്തിനെയും കുഞ്ഞുമോൻ ചാരങ്ങാട്ടിനെയും ട്രഷററായി നൌഷാദ് ആലുമുട്ടിനെയും തെരഞ്ഞെടുത്തു. വിവിധ ജോയിന്റ് കൺവീനർമാരെയും ഉൾപ്പെടുത്തി 5 അംഗ കമ്മിറ്റിക്കും രൂപം നൽകി. കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ INTUC. പീരുമേട് മുൻ MLA KK തോമസ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് SC അയ്യാദുരെ എന്നിവരുടെ നാമധേയത്തിലുള്ള മെറിറ്റ് അവാർഡാണ് പീരുമേട് പാമ്പനാർ വ്യാപാര ഭവനിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത്. തോട്ടം മേഖലയായ പീരുമേട് പഞ്ചായത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ പീരുമേട് മുൻ MLA KK തോമസ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് SC അയ്യാദുരൈ എന്നിവരുടെ നാമധേയത്തിൽ വർഷാവർഷങ്ങളിൽ മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പീരുമേട് പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ HRPE യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ അധ്യക്ഷനായിരുന്നു. ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ INTUC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് നേടിയവരാണ്. ഇപ്രാവശ്യം വളരെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ കുട്ടികൾ വിജയിക്കുകയും അതുപോലെ തന്നെ SLCക്കാണെങ്കിലും അതുപോലെ +2-നാണെങ്കിലും കൂടുതൽ A+ വാങ്ങിക്കുകയും കൂടുതൽ കുട്ടികൾ കൂടുതൽ A+ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമുക്കും വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ പീരുമേട് പഞ്ചായത്തിൽ വളരെയധികം മിടുക്കന്മാരുമായിട്ടുള്ള നമ്മളുടെ കുഞ്ഞനുജന്മാരും നമ്മുടെ വിദ്യാർത്ഥിനികൾ നല്ല മികച്ച ഒരു വിജയമാണ് ഇപ്രാവശ്യം നേടിയത്. നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് പീരുമേട് മേഖലയിൽ നിന്നും ഇത്തവണ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു. റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ A. ചെല്ലയ്യ മുഖ്യപ്രഭാഷണം നടത്തി. പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തോമസ് കുട്ടി പുള്ളോലിക്കൽ, നേതാക്കളായ P. സെയ്തലി, PK വിജയൻ, കാച്ച പാമ്പനാർ, P. ഹരിഹരൻ, E. ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
MG സർവകലാശാല ബിരുദ പരീക്ഷയിൽ 3ാം റാങ്കിന്റെ തിളക്കവുമായി കട്ടപ്പന ക്രൈസ്റ്റ് കോളേജ്. BCA വിഭാഗം വിദ്യാർത്ഥിനിയായ ദേവനന്ദ രാജനാണ് 3ാം റാങ്ക് കരസ്ഥമാക്കിയത്. CMA സഭയുടെ നേതൃത്വത്തിൽ പുളിയമലയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്റ്റ് കോളേജിലെ BCA വിഭാഗം വിദ്യാർത്ഥിനിയായ ദേവനന്ദ രാജൻ വെള്ളയാങ്കുടി സ്വദേശിനിയും ഒഴാങ്കൽ പരേതനായ രാജന്റെയും അജിത രാജന്റെയും മകളാണ്. കോളേജ് മാനേജർ ഫാദർ ജോസുകുട്ടി ഐക്കരപ്പറമ്പിൽ CMI, ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ചാണ്ടി കിഴക്കയിൽ CMI എന്നിവർ ദേവനന്ദയെ അനുമോദിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വേനൽ മഴ ലഭിച്ചതോടെ മഞ്ഞു പുതച്ച് മൂന്നാർ ഗ്യാപ് റോഡ് കൂടുതൽ സുന്ദരിയായി. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് എത്തുന്നവരുടെ പ്രിയ താവളമായി മാറുകയാണ് ഗ്യാപ് റോഡ്. മലനിരകളെ തഴുകിയിറങ്ങുന്ന മഞ്ഞും നനുത്ത കാലാവസ്ഥയും സഞ്ചാരികൾക്ക് അവിസ്മരണീയ അനുഭവം സമ്മാനിക്കുന്നു. മൂന്നാറിന്റെ തേയിലച്ചെരുവുകളെ ആസ്വദിച്ച് ആനീറങ്കൽ വഴിയുള്ള യാത്രയിൽ ഗ്യാപ് റോഡിൽ ഒന്ന് വാഹനം നിർത്താതെ സഞ്ചാരികൾ കടന്നു പോകാറില്ല. സഹ്യപർവ്വത നിരയുടെ അതിവിശാല കാഴ്ചകളും താഴ്വാരത്തെ പാടശേഖരങ്ങളുമൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാനാവും. കടുത്ത വേനലിന് അറുതി നൽകി മഴയും എത്തിയതോടെ മഞ്ഞിന്റെ സാന്നിധ്യവും സ്ഥിരമായി. കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമാണ് അത്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലം, ഇത് പണ്ട് ഈ റോഡിന് വീതിയൊക്കെ കൂട്ടുന്നതിന് മുമ്പ് ശരിക്കും ഒരു കാറ് മാത്രം പോകാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിലും ഈ ഒരു ഭാഗത്ത് നല്ല വീതിയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ട് കഴിയുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് വന്നിട്ട് നമ്മളെ ഇങ്ങനെ തഴുകി അങ്ങോട്ട് പോകുന്നൊരു പ്രത്യേകതയുള്ളൊരു ഏരിയയാണ് ഈ ഭാഗം. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമാണ്. ഇപ്പം തന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ചെറിയൊരു മഴയൊക്കെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നതാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി മാത്രമായിട്ട്, വന്നൊരു ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്നിരിക്കാനായിട്ട്. അതൊന്ന് ഇപ്പോൾ മോളാണെങ്കിലും ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ മോൾക്കും എൻജോയ് ചെയ്യാം, ഇത് മനസ്സിലാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിറങ്ങിയതാണ്. മലനിരകളെ പുതഞ്ഞ പാടശേഖരങ്ങൾ ലക്ഷ്യമാക്കി കോടമഞ്ഞിറങ്ങുന്നതിന്റെ കാഴ്ച അവിസ്മരണീയമാണ്. തണുപ്പകറ്റാൻ ചുട്ടെടുത്ത ചോളവും കഴിച്ച മഞ്ഞിന്റെ കാഴ്ചകൾ ആസ്വദിക്കാതെ സഞ്ചാരികൾക്ക് ഗ്യാപ് റോഡിൽ നിന്നും മടങ്ങാനാവില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലൂട്ട് 190, വിൽപ്പനയ്ക്ക് വന്നത് 44,635, വിൽപ്പന നടന്നത് 44,367, കൂടിയ വില 3,029, ശരാശരി വില 2,111. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 600 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 175, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,730 രൂപ, വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം
പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ എലഫന്റ് എസ്റ്റിമേഷന് തുടക്കമായി. എസ്റ്റിമേഷൻ നടപടികളിലൂടെ വനം വകുപ്പ് നടത്തുന്നത് ആനകളുടെ ഏകദേശ കണക്കെടുപ്പ്. കേരളത്തിന് പുറമെ ആനകളുടെ കണക്കെടുപ്പ് നടത്തുന്നത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ. വൃഷ്ടിപ്രദേശത്ത് നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ മലങ്കര ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി മലങ്കര ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത് ഡാമിലെ 2, 4, 5, 6 നമ്പർ ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതം ഉയർത്തി. അടിമാലി കുമളി ദേശീയപാതയിൽ അപകടക്കെണി ഒരുക്കി ഭീമൻ മരങ്ങൾ. കട്ടപ്പന വള്ളക്കടവ് മുതൽ ആനവിലാസം വരെയുള്ള പാതയിൽ മുൻ വർഷങ്ങളിൽ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് മുകളിലേക്കടക്കം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടും റോഡരികിലെ തോട്ടങ്ങളിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റുവാൻ വനം വകുപ്പോ തോട്ടമുടമകളോ തയ്യാറായിട്ടില്ലെന്ന് പരാതി. മൂന്നാറിൽ റേഷൻ മണ്ണെണ്ണ ടാങ്കറിൽ വെള്ളം കലർത്തിയ സംഭവത്തിൽ ഡിപ്പോയുടെ ചുമതലക്കാരനായിരുന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. നടപടി സ്വീകരിച്ചത് സപ്ലൈകോ അഡീഷണൽ ജനറൽ മാനേജർ. നടപടി സപ്ലൈകോ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയെ തുടർന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.